ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് കടുമാങ്ങ അച്ചാറാണ്. എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എൻ്റെ മുത്തശ്ശി വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ഒരു സ്ക്വയറായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഞാനൊരു 1/2 കിലോ മാങ്ങയുടെ കണക്കാണിത് പറയാം. നിങ്ങൾ മാങ്ങ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടുകും കൂടെ ഞാൻ ചതച്ചിടുന്നുണ്ട്. പൊടിഞ്ഞു പോരുത്, ചതച്ച് ഒരു മീഡിയം ക്രഷ് ആയിട്ടുള്ള രീതിയിൽ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് 1/2 കിലോയ്ക്ക്. കടുവിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് കടുക് കുറച്ച് ചേർക്കാം. പക്ഷേ ഈ മാങ്ങയുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ കടുകാണ്. കടുകിടുന്ന ഒരു കടുകെണ്ണയുടെ ടേസ്റ്റ് പോലെ കിട്ടും. നല്ല ടേസ്റ്റ്ഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് തിരുമ്മി ഒരു മിനിമം ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെച്ചിരുന്നാൽ നല്ലതാണ്, അത്ര നല്ലതാണ്. അത് പിടിച്ചൊക്കെ ഇരിക്കും. ഞാനൊരു 30 മിനിറ്റ് വെച്ചിട്ടാണിത് ഉണ്ടാക്കുന്നത്. നമ്മൾ റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില എന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ചേർക്കാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് ഇപ്പം അച്ചാറിനായതുകൊണ്ട് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ജിഞ്ചറിൻ്റെ ഗാർലിക്കിൻ്റെ അളവ് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. അതിനുശേഷം ഞാനൊരു പാനിനകത്തേക്ക് കുറച്ച് എള്ളെണ്ണ ചൂടാക്കുന്നുണ്ട്. എള്ളെണ്ണ ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ വേറെ എണ്ണ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ എള്ളെണ്ണയാണ് കൂടുതൽ അച്ചാറിന് നല്ല ടേസ്റ്റ് വരുന്നത്. അതിനകത്ത് ശകലം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഒരുപാട് അങ്ങ് ഉണങ്ങിപ്പോകണ്ട, ഒരു മീഡിയം ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്താൽ മതിയാകും. അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ജിഞ്ചറും ഗാർലിക്കും സാധനങ്ങളെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഒരു പിഞ്ച് 1-2 പിഞ്ച് കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായി തീയുടെ ഫ്ലെയിം കുറച്ചതിന് ശേഷം നമ്മൾ മിക്സി വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തേക്ക് ഇടുക. നിങ്ങൾക്ക് പെട്ടെന്ന് കൂട്ടാനാണെങ്കിൽ മാങ്ങ ഒന്ന് ചൂടാക്കി എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നല്ല പെട്ടെന്ന് ആയിക്കിട്ടും. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കൂട്ടുന്നതെങ്കിൽ ഇതിനകത്തേക്ക് വിനെഗർ മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഞാൻ പെട്ടെന്ന് കൂട്ടാനായി എടുക്കുന്നത് കൊണ്ട് കുറച്ച് തിളപ്പിച്ചാറിച്ച് ശകലം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടുകിൻ്റെയും മാങ്ങയുടെ എല്ലാം കൂടെ ടേസ്റ്റ് ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.